നമസ്കാരം. റഡാർ സംവിധാനം തകരാറായതിനെ തുടർന്ന് ലണ്ടനിലെ വിമാന സർവീസുകൾ താറുമാറായ സംഭവത്തിൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ സാധ്യതയില്ലെന്ന് റിപ്പോർട്ട്. റഡാർ തകരാറായത് എയർലൈൻ നിയന്ത്രണത്തിന് പുറത്തുള്ള ഒരു അസാധാരണ സാഹചര്യമായി തരം താഴ്ത്തിയിരിക്കുന്നതിനാലാണ്. നഷ്ടപരിഹാരത്തിന് സാധ്യതയില്ല എന്ന കാര്യം വ്യക്തമാക്കി കമ്പനികൾ പ്രശ്നത്തിൽ നിന്നും തലയൂരുന്നത്. കാലതാമസത്തിന്റെ ദൈർഘ്യം അനുസരിച്ച് യാത്രക്കാർക്ക് ഭക്ഷണത്തിനോ ഹോട്ടൽ താമസത്തിനോ അവകാശമുണ്ട്. ഈ ചെലവുകൾ എയർലൈനിൽ നിന്നും തിരികെ ലഭിക്കും. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ലണ്ടനിലെ വ്യോമ ഗതാഗതത്തെ താറുമാറാക്കിയ റഡാർ തകരാർ ഉണ്ടായത്. ഈ തകരാർ കാരണം നിരവധി യാത്രക്കാരാണ് UK വിമാനത്താവളങ്ങൾ കുടുങ്ങിക്കിടന്ന് ദുരിതം അനുഭവിച്ചത്. എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് വിമാനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്നായിരുന്നു പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഏതാണ്ട് 20 മിനിറ്റ് നീണ്ടുനിന്ന റഡാർ തകരാറാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. ഹാംഷെയറിലെ സോൺവിക്കിലുള്ള നിയന്ത്രണ കേന്ദ്രത്തിലാണ് സാങ്കേതിക പ്രശ്നമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. ലണ്ടനിലെ വ്യോമാതിർത്തി 1 മണിക്കൂറിലധികം അടച്ചിട്ടിരുന്നു. നിലവിൽ പ്രശ്നങ്ങൾ എയർ ട്രാഫിക് കൺട്രോൾ പ്രൊവൈഡൻസ് നാറ്റ്സ് എഞ്ചിനീയർമാർ പ്രശ്നം പരിഹരിച്ചെന്നും പ്രവർത്തനങ്ങൾ പഴയ രീതിയിലാക്കിയിട്ടുണ്ട് എന്നുമാണ് പുറത്തുവരുന്ന വിവരം. റഡാർ പ്രശ്നങ്ങളെ തുടർന്ന് ബുധനാഴ്ച വൈകുന്നേരം 7:30 120-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ബുധനാഴ്ച UK വിമാനത്താവളങ്ങളിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന 3080 സർവീസുകൾ ഉണ്ടായിരുന്നുവെന്ന് ഏവിയേഷൻ ഡാറ്റ കമ്പനിയായ സിറിയം വ്യക്തമാക്കി. അതായത് 5,77,000-ലധികം സീറ്റുകൾക്ക് തുല്യമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതുവരെ ഏറ്റവും കൂടുതൽ റദ്ദാക്കലുകൾ ഉണ്ടായത് ലണ്ടൻ ഹീത്രോവിലാണ്. 16 പുറപ്പെടലുകളും 7 എത്തിച്ചേരലുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഹീത്രോയിലേക്കുള്ള ഏകദേശം 16 വിമാനങ്ങൾ മറ്റ് വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിടേണ്ടിയും വന്നു. നാറ്റ്സിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ച സാങ്കേതിക പ്രശ്നം യാത്രാ തടസ്സം ഉണ്ടാക്കിയതിൽ ഗതാഗത സെക്രട്ടറി ഹേലി അലക്സാണ്ടർ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ മേധാവിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. മേധാവി രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യവും. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ലിബറൽ ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ വല്ല അട്ടിമറിയുമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച